ഹായ് ഫ്രണ്ട്സ്, മദാരി മോട്ടോഴ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മെഴ്സിഡീസ് ബെൻസിന്റെ ഈ ക്ലാസ് ആണ്. ഈ ക്ലാസ് 250 ആണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. മെഴ്സിഡീസ് ബെൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വണ്ടിയും കൂടിയാണ് ഈ ക്ലാസ്. ഇത് നാലാമത്തെ ജനറേഷൻ ആണ്. ഈ ക്ലാസ്സിലെ നാലാമത്തെ ജനറേഷൻ ആണ് ഈ വണ്ടി. 2015 ആണ് മോഡല്. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. 53,000 കിലോമീറ്റർ മാത്രമാണ് ഓടിക്കുന്നത്. ഫുൾ കമ്പനി സർവീസ് ആണ്. 2013 മുതൽ 17 വരെയാണ് ഈ മോഡലിൽ ഈ 250 ഇറങ്ങിയിട്ടുള്ളത്. ഇതിന് മുന്നത്തെ മോഡലാണ് 2 ഹെഡ്ലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളതായിരുന്നു. ഇതിപ്പോൾ ഒറ്റ ഹെഡ്ലൈറ്റിലാണ് വന്നിട്ടുള്ളത്. LED ടൈപ്പിൽ നല്ല അടിപൊളി ലുക്കിലാണ് ഹെഡ്ലൈറ്റ് ഒക്കെ വന്നിട്ടുള്ളത്. പമ്പർ നോക്കുകയാണെങ്കിൽ ഒരു സ്പോർട്ടി ലുക്കിലാണ് പമ്പറൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രിൽ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 3 ലെയറോട് കൂടിയാണ് ഗ്രില്ല് ആവരണം ചെയ്തിട്ടുള്ളത്. ഒരു മെഴ്സിഡീസ് ബെൻസിന്റെ ലോഗോ, വലിയൊരു ലോഗോ തന്നെ ഇതിൽ പ്രൗഢമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ബോണറ്റ് ആണെങ്കിലും ഒരു മെഴ്സിഡീസിന്റെ ലോഗോ ഇവിടെ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിന്റെ മുന്നത്തെ ഒരു സെഗ്മെന്റിലാണെങ്കിൽ ഈ ലോഗോ ഒന്ന് പൊന്തിക്കാണ്ടാണ് നിന്നിരുന്നത്. ഇനി റൈറ്റ് സൈഡിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും അലോവിയിലാണെങ്കിൽ ഒരു ഹാഷ് കളറിലാണ്. നല്ല അടിപൊളി പ്രീമിയം ലുക്ക് തന്നെയാണ് അലോവിയിലൊക്കെ വരുന്നത്. ഒരു 17 സൈസാണ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ബോഡി ലൈനിങ് ഒക്കെ കറക്റ്റ് ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. യാതൊരു മേജർ ആയിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് വണ്ടി കിടക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലോ മെഴ്സിഡീസ് ബെൻസിന്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 850 ആണ് ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. TD ആണ് ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സെൻസറുകൾ ഉണ്ട്. ഡിക്കി സ്പേസ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വിസ്താരമുള്ള സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത്. എക്സോസ്റ്റ് ആയിട്ട് 2 എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു വലിയ 2 എക്സോസ്റ്റ് തന്നെയാണ് മുന്നിൽ ബാക്കിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു നല്ലൊരു ഭംഗി തന്നെ ഇതിന്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ എക്സോസ്റ്റിന്റെ ഭംഗി തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ആ ബോഡി ലൈനിങ് 2 ലൈനിങ് ആയിട്ടാണ് വരുന്നത്. മുകൾ ഭാഗത്തായിട്ട് അങ്ങനെ ഒരു ലൈനിങ് അങ്ങനെ മടുകാട് വരെ പോകുന്നുണ്ട്. പിന്നെ അതിന്റെ തൊട്ട് താഴെ തന്നെ ഈ ബാക്കത്തെ ഡോറിനും കൂടെ ഒരു ലൈനിങ്ങും അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ പനോരമിക് സൺറൂഫ് ആണ് ഇതിൽ വരുന്നത്. ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇതിന്റെ ഡീസൽ കപ്പാസിറ്റി പറയുന്നത് 80 ലിറ്റർ ആണ് ഡീസൽ കപ്പാസിറ്റി. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4831 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1420 ആണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1860 ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ലോണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 122 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. യാത്രാ കംഫർട്ടിനും ഡ്രൈവിങ്ങിനാണെങ്കിലും യാത്ര ചെയ്യാണെങ്കിലും നല്ല അടിപൊളിയാണ് ഇതിൽ യാത്ര ചെയ്യാനൊക്കെ ഉള്ളത്. ഇതിന്റെ എൻജിൻ ഭാഗം നോക്കുകയാണെങ്കിൽ ഹൈഡ്രോളിക്കിലാണ് ബോണറ്റ് ഒക്കെ ഉള്ളത്. ഒരു അടിപൊളിയാണ് എൻജിൻ ഭാഗങ്ങൾ. നല്ല വിസ്താരം കാര്യങ്ങളൊക്കെ ഉണ്ട്. 250 എഞ്ചിൻ ആയതുകൊണ്ട് 4200 RPM 204 BHP പവർ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോർക്ക് എന്ന് പറയുന്നത് 500 Nm ടോർക്കാണ് ഇതിലുള്ളത്. 2443 cc ആണ് ഇത് വരുന്നത്. 4 സിലിണ്ടർ ആണ് വരുന്നത്. ഇത് ടോട്ടൽ ലോസോ ഫ്ലഡ് എഫക്റ്റോ ഒന്നുമില്ല. മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റിലാണ് എല്ലാം വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതിന്റെ ഇന്റീരിയർ ഭാഗമൊക്കെ നമുക്ക് നോക്കിയാലോ. അതായത് നമ്മളെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് ഇന്റീരിയർ ഭാഗം ഉള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സീറ്റിംഗിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി പറഞ്ഞാൽ ഏത് ദിശയിലേക്ക് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡ്രൈവിംഗ് സ്മൂത്തിന് വേണ്ടി ഏത് ദിശയിലേക്ക് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ ഡോർ പാഡിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ദിശയാണ് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ അതിന് ഹെഡ് റെസ്റ്റ് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇലക്ട്രിക്കൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന്റെ സ്വിച്ച് ഈ ഭാഗത്തുണ്ട്. നമുക്ക് പൊക്കാനും അങ്ങനെ താത്താനിലൊക്കെ നമുക്ക് നമ്മളെ ഒരു ആംബിയൻസിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ എസിന്റെ 4 വെന്റിലേഷൻ ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ബാഗ് ആ ഭാഗത്ത് ഒരു എയർ ബാഗ് ഉണ്ട്. സ്റ്റിയറിംഗും ഒരു എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗിലാണ് കോളിംഗ് ബട്ടണും കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മെഴ്സിഡീസ് ബെൻസ് എന്ന ഒരു ലോഗോ പതിച്ചിട്ടുള്ള ഒരു അനലോഗ് ക്ലോക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മ്യൂസിക് സിസ്റ്റത്തിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറെ 4 സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്കോ മോഡ് ഉണ്ട്. പിന്നെ ഹസാർഡ് ലൈറ്റിന്റെ മോഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ബാക്കത്തെ ഗ്ലാസിന്റെ കർട്ടൻ പൊന്തനാണ്. അത് ഞെക്കിയാൽ കർട്ടൻ ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് ഈ വെയിലുള്ള ടൈമിലൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് ആ ഒരു ബാക്കിൽ ആ കർട്ടൻ ഇങ്ങനെ പൊന്തി വരുന്നത്. പിന്നെ ഇവിടെ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രീനുകളെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബാണ് ഇത് നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തുള്ളത്. പിന്നെ ഇവിടെ ഒരു 2 കപ്പ് ഹോൾഡേഴ്സ് 2 കപ്പ് ഹോൾഡിങ് ഇവിടെ ഉണ്ട്. പിന്നെ ഹാഷ് ട്രേ ഉണ്ട് ഇവിടെ ഒന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്. ഇതിങ്ങനെ നോക്കിയാൽ ഇവിടെ ഇങ്ങനെ
ഇവിടെ ചെറിയൊരു സ്റ്റോറേജിങ് കപ്പാസിറ്റി ആയിട്ട് ഇവിടെ നിന്നും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡോർ പാഡിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റും മിറർ ഫോൾഡിങ്ങിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലാണ് ഹാൻഡ് ബ്രേക്ക് ആണെങ്കിൽ കാലിന്റെ ലെഫ്റ്റ് സൈഡിലുണ്ട് ഹാൻഡ് ബ്രേക്ക്. പിന്നെ റിലീസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗിയർ നോബ് ആണെങ്കിലാണ് ഇവിടെ വരുന്നത്, റൈറ്റ് സൈഡിലാണ് ഗിയർ നോബ് വരുന്നത്. 3 ഗിയറിലാണ് ഡ്രൈവിംഗ് മോഡ്, ന്യൂട്രൽ, റിവേഴ്സ്. പിന്നെ പാർക്കിങ്ങിലാണ് ഗിയർ നോബ് ഇവിടെ വരുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് ഡിമ്മും ബ്രേക്കും കാര്യങ്ങളൊക്കെ ഈ ലെഫ്റ്റ് സൈഡ് കാര്യങ്ങളിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ പനോരമിക് സൺറൂഫ് ആണ് ടോപ്പ് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഈ ഒരു സൺറൂഫ് നീക്കിയിട്ട് പിന്നെ അടുത്ത ബട്ടണിലാണ് നമ്മളെ സൺറൂഫ് മുകളിലേക്ക് പൊന്തുന്നത്. ഒരു അടിപൊളിയായിട്ട് തന്നെയാണ് സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അതിന്റെ ബാക്ക് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഡ്രൈവ് ചെയ്യാനാണെങ്കിലും യാത്ര ചെയ്യാനാണെങ്കിലും നല്ല അടിപൊളിയാണ് ഈ 250. നല്ല കംഫർട്ടിലാണെങ്കിൽ യാത്ര ചെയ്യാം, അടിപൊളിയാണ്. സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. നമുക്ക് ഒരു കംഫർട്ട് തന്നെയാണ് നമുക്കിത് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈ 250ന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടാണ്. ഒരുപാട് സ്പേസും കാര്യങ്ങളുണ്ട്, സ്പേഷ്യസ് ആണ്. നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC-യുടെ വെന്റിലേഷൻ 4 വെന്റിലേഷൻ ആണ് ബാക്ക് സൈഡിലേക്കും വരുന്നുണ്ട്. ഈ സെൻട്രൽ ഭാഗത്തായിട്ട് 2 വെന്റിലേഷൻ വരുന്നുണ്ട്. അതിന്റെ ചെറിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ AC-ന്റെ കൺട്രോളും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ചെറിയൊരു 12 വോൾട്ടിന്റെ ഒരു സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ പോസ്റ്റുമിലാണ് ഒരു AC-യുടെ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ AC-ന്റെ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. എയർ ബാഗും കാര്യങ്ങളൊക്കെ ബാക്കിലും വരുന്നുണ്ട്. ഒരുപാട് എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റും ഇവിടെ നിന്നുണ്ട്. ഒരു വീതി വലിപ്പമുള്ള ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇരിക്കാൻ പറ്റിയതാണ്. നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ആണ് ഈ 250 ഉള്ളത്. ഇതിങ്ങനെ റോഡിലൊക്കെ പോകുന്ന നല്ല പതുങ്ങി പോകണ നല്ല ഫീലിംഗ് ആണ്. നമുക്ക് യാതൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ യാത്ര ചെയ്യാനൊക്കെ പറ്റും. 14,25,000 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വിത്ത് NOC-യിൽ. നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.